ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും AJS ക്രിയേഷൻസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. സച്ചിക്കും അർച്ചനയ്ക്കും കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നതിന് വേണ്ടിയുള്ള വഴിപാട് ചെയ്യാൻ വേണ്ടി ഒരു മലമുകളിലുള്ള ക്ഷേത്രത്തിൽ പോകാൻ തിരുമേനി പറയുന്നു. അവിടേക്ക് അവന്തികയ്ക്കും പോകണമെന്ന് പറഞ്ഞ് നിർബന്ധം പിടിക്കുകയാണ് അവന്തിക. കുട്ടിയുടെ കാര്യത്തിൽ ഒരു പ്രശ്നം കൂടിയുണ്ട് എന്ന് തിരുമേനി പറയുമ്പോൾ അവന്തിക ചോദിക്കുന്നുണ്ട്. എന്ത് പ്രശ്നം? എനിക്കും കൂടി വേണ്ടി പൂജ ചെയ്താൽ പോരെ എന്ന്. പൂജ ചെയ്യുന്നതിന് തടസ്സമൊന്നുമില്ല. കുട്ടിയൊന്ന് ഓർക്കണം. വാശിയല്ല, ഭക്തിയാണ് വേണ്ടത്. ഇവിടെ പൂജ ചെയ്യണമെങ്കിൽ കുട്ടിയുടെ ഭർത്താവും കൂടി ഒപ്പം വന്നിരിക്കണം. എങ്കിലേ പൂജ ചെയ്യാൻ സാധിക്കൂ. എവിടെ കുട്ടിയുടെ ഭർത്താവ് എന്ന് തിരുമേനി ചോദിക്കുമ്പോൾ, ഞാൻ ഇപ്പോൾ വിളിച്ചോണ്ട് വരാമെന്ന് പറഞ്ഞ് അവന്തിക അവിടെ നിന്നും പോകുന്നു. ഇനി നിങ്ങൾ രണ്ടുപേരും പ്രാർത്ഥിച്ചിട്ട് എഴുന്നേറ്റോളൂ എന്ന് അർച്ചനയോടും സച്ചിയോടും തിരുമേനി പറയുമ്പോൾ അവർ അങ്ങനെ ചെയ്യുന്നു. ഈ സമയം നന്ദൻ മുറിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വെറുതെ നടക്കുകയാണ്. അപ്പോൾ അവിടേക്ക് അവന്തിക വന്ന് പറയുന്നുണ്ട്. നന്ദേട്ടനെ അവിടേക്ക് വിളിക്കുന്നുണ്ടെന്ന്. ആര്? എന്ന് നന്ദൻ ചോദിക്കുമ്പോൾ ആ ജ്യോത്സ്യൻ എന്ന് അവന്തിക പറയുന്നു. എന്തിന്? അർച്ചനയ്ക്കും ശശിക്കും വേണ്ടിയല്ലേ പൂജ നടത്തുന്നത്? അവിടെ ഞാനെന്തിനാണ്? എന്ന് നന്ദൻ ചോദിക്കുമ്പോൾ അവന്തിക പറയുന്നുണ്ട്. ആ പൂജ നമ്മൾക്കും കൂടി വേണ്ടിയാണെന്ന്. നമുക്കും കൂടി വേണ്ടിയോ? അങ്ങനെ ഒരു പൂജ നടത്താൻ ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ലല്ലോ എന്ന് നന്ദൻ. ആരും ആവശ്യപ്പെട്ടിട്ടൊന്നുമില്ല. അർച്ചനയും സച്ചിയും കൂടെ കുഞ്ഞുങ്ങൾ ഉണ്ടാകാൻ വേണ്ടി ഒരു നേ ഒരു നേർച്ച നടത്താൻ പോകുന്നു. ഏതോ മലയിലെ ക്ഷേത്രത്തില്. അവിടേക്ക് ഞാനും പോകുന്നുണ്ട്. എന്റെ കൂടെ നന്ദേട്ടനും വരണം. നമ്മൾ ഒരുമിച്ച് ആ പൂജാരിയുടെ മുന്നിൽ ചെന്നിരുന്നാൽ മാത്രമേ നമുക്ക് വേണ്ടി പൂജ നടത്താൻ പറ്റൂ എന്ന് അവന്തിക പറയുമ്പോൾ നന്ദൻ ഒന്ന് പുച്ഛത്തോടെ ചിരിച്ചിട്ട് പറയുന്നുണ്ട്. നമുക്ക് വേണ്ടി പൂജയോ? മുറിച്ചു കളയാൻ തീരുമാനിച്ചത് വീണ്ടും ഓപ്പറേറ്റ് ചെയ്ത് ചേർത്ത് വെക്കേണ്ട കാര്യമില്ല. ഇതിനുള്ള മറുപടി ഞാൻ നേരത്തെ പറഞ്ഞതാ എന്ന് അവന്തിക. നിന്റെ മറുപടി എന്തായാലും അതെന്നെ ബാധിക്കുന്ന കാര്യമല്ല. ഞാൻ എന്റെ തീരുമാനത്തിനനുസരിച്ച് മാത്രമേ ഇനി മുന്നോട്ട് പോകൂ എന്ന് നന്ദൻ പറയുമ്പോൾ അവന്തിക പറയുന്നുണ്ട്. നിങ്ങൾ എങ്ങനെ വേണേലും പൊക്കോ. പക്ഷേ ഇപ്പോൾ എന്റെ കൂടെ അവിടെ വരെ ഒന്ന് വന്നേ പറ്റൂ. വാ എന്ന് പറഞ്ഞ് നന്ദന്റെ കയ്യിൽ പിടിച്ച് വലിക്കുമ്പോൾ വിട് എന്ന് പറഞ്ഞ് നന്ദൻ ദേഷ്യപ്പെടുന്നു. എതിർക്കാൻ നിൽക്കണ്ട. ഞാൻ ഇവിടുന്ന് ഇപ്പോൾ തനിച്ച് പുറത്തേക്ക് പോയാൽ പിന്നെ വിളിക്കാൻ വരുന്നത് അച്ഛനായിരിക്കും. മര്യാദയ്ക്ക് വരാനാ പറഞ്ഞത്. വാ നന്ദേട്ടാ, വാ എന്ന് പറഞ്ഞ് അവന്തിക നന്ദന്റെ കയ്യിൽ പിടിച്ച് വലിച്ചുകൊണ്ട് പോകുന്നു. നന്ദൻ കൈ തട്ടി മാറ്റുന്നുണ്ട്. നന്ദ, നീയും അവന്തികയും കൂടി ഈ പൂജയിൽ പങ്കെടുക്കണമെന്ന് സേതു പറയുന്നു. അതെന്തിനാ ഞാൻ പങ്കെടുക്കുന്നത്? സച്ചിക്കും അർച്ചനയ്ക്കും വേണ്ടിയല്ലേ പൂജ നടത്തുന്നത്? അവരല്ലേ ക്ഷേത്രത്തിൽ നേർച്ചയും വഴിപാടും കഴിക്കാൻ പോകുന്നത് എന്ന് നന്ദൻ ചോദിക്കുമ്പോൾ അവന്തിക പറയുന്നുണ്ട്. അവര് മാത്രമല്ല പോകുന്നേ. നമ്മൾ രണ്ടും കൂടെ പോകുന്നുണ്ടെന്ന്. നമ്മളോ? ഞാനൊരു പൂജയ്ക്കും വഴിപാടിനും എങ്ങോട്ടും വരുന്നില്ല. എന്നെ ആരും ഇതിൽ പ്രതീക്ഷിക്കുകയും വേണ്ട എന്ന് നന്ദൻ പറയുമ്പോൾ അത് പറ്റില്ല. നീയും ഇവരുടെ കൂടെ പോയേ പറ്റൂ എന്ന് സേതു പറയുന്നു. പൂജയ്ക്ക് സമയമായി. രണ്ടുപേരും ഇങ്ങോട്ട് വന്നിരിക്കൂ എന്ന് തിരുമേനി പറയുന്നു. നീയും അങ്ങോട്ട് ഇരിക്ക്. പൂജ നടക്കട്ടെ. ബാക്കിയൊക്കെ പിന്നെ തീരുമാനിക്കാം എന്ന് പറഞ്ഞ് സേതു നിർബന്ധം പിടിക്കുമ്പോൾ നന്ദൻ പൂജയ്ക്ക് വേണ്ടി അവിടെ ഇരിക്കുന്നു. തിരുമേനി പൂജ നടത്തുന്നുണ്ട്. രണ്ടുപേരും മനസ്സിൽ നല്ലതുപോലെ സൽസന്താനം ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചോളൂ എന്ന് തിരുമേനി പറയുമ്പോൾ പ്രാർത്ഥിക്കുന്ന നന്ദനോട് അവന്തികയും പറയുന്നു. അങ്ങനെ നന്ദൻ മനസ്സിലാ മനസ്സോടെ കൈകൂപ്പി ഇരിക്കുന്നുണ്ട്. അർച്ചനെ, നീ ആ മല കയറി ഈ വഴിപാട് നടത്തി അനുഗ്രഹം വാങ്ങാൻ ഞാൻ സമ്മതിക്കില്ല. നിന്നേക്കാൾ മുന്നേ ഞാൻ അവിടെ എത്തും. ആ പൂജയിൽ പങ്കെടുക്കും. നിനക്ക് പകരം ആ അനുഗ്രഹം ഞാൻ നേടും. എന്ത് വില കൊടുത്തും നീ അവിടെ എത്തുന്നത് ഞാൻ തടഞ്ഞിരിക്കും എന്ന് മനസ്സിൽ വിചാരിക്കുകയാണ് അവന്തിക. ദൈവമേ, അച്ഛൻ നിർബന്ധിച്ചത് കൊണ്ട് മാത്രമാ ഞാൻ ഇവിടെ വന്നിരുന്നത്. അല്ലാതെ ഇവളുടെ കൂടെ മല കയറാനുള്ള ഒരു ഉദ്ദേശവും എനിക്കില്ല. എന്നോട് ക്ഷമിക്കണേ എന്ന് നന്ദൻ മനസ്സിൽ പ്രാർത്ഥിക്കുന്നു. നമ്മൾ എന്തൊക്കെ മനസ്സിൽ പ്രാർത്ഥിച്ചാലും എന്തൊക്കെ തയ്യാറെടുപ്പുകൾ നടത്തിയാലും നിയോഗമുള്ളവർക്ക് മാത്രമേ ആ പൂജയിൽ പങ്കെടുക്കാൻ ഭാഗ്യമുണ്ടാകൂ. രണ്ടുപേരും മഹാദേവനെയും പാർവതി ദേവിയും മനസ്സിൽ ധ്യാനിച്ച് ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ചിട്ട് എഴുന്നേറ്റോളൂ എന്ന് അവന്തികയോടും നന്ദനോടും തിരുമേനി പറയുന്നുണ്ട്. അവർ ഇരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. ശേഷം കാണിക്കുന്നത് ഇപ്പോൾ അവന്തിക മൂർത്തിയെ ഫോൺ ചെയ്യുന്നു. മൂർത്തി എവിടെയാ? എനിക്ക് അത്യാവശ്യമായിട്ടൊരു കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞ് മൂർത്തിയോട് അവന്തിക കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒരു കാരണവശാലും അർച്ചന മല കയറി പൂജയും വഴിപാടും നടത്തരുതെന്ന് അവന്തിക പറയുമ്പോൾ മൂർത്തി പറയുന്നുണ്ട്. മലമുകളിലുള്ള ക്ഷേത്രത്തെക്കുറിച്ച് ഞാനും കേട്ടിട്ടുണ്ട്. സ്ത്രീകൾക്ക് ആ മല കയറുന്നത് വളരെ പ്രയാസമാ. നമ്മളൊന്നും ചെയ്തില്ലെങ്കിൽ തന്നെ അവർക്ക് ആ മല കയറി പൂജ നടത്തിപ്പോരാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മണ്ടത്തരം പറയാതെ മൂർത്തി. വല്ലാത്ത ഒരു ഭാഗ്യമുള്ള ജാതകം അവളുടേത്. ഏത് പ്രതിസന്ധിയിലും അവളെ പിടിച്ചു കയറ്റാൻ ആരെങ്കിലും വരും. തോൽവിയുടെ ഏറ്റവും അവസാന നിമിഷം ജയിക്കാനുള്ള ഒരു കച്ചിത്തുരുമ്പ് അവൾക്ക് കിട്ടും. അതിൽ പിടിച്ച് അവൾ കയറുകയും ചെയ്യും. അതിവിടെ ഉണ്ടാവാൻ പാടില്ല എന്ന് അവന്തിക പറയുമ്പോൾ
എന്റെ കയ്യിലൊരു ടീമുണ്ട്. ഒരു തമിഴൻ. ഒരു കേസിൽ പ്രതിയായി ജയിലിൽ നിന്ന് ഇപ്പോൾ ജാമ്യത്തിൽ ഇറങ്ങിയതേ ഉള്ളൂ. രത്നവേൽ പാണ്ഡ്യൻ. എന്തും ചെയ്യാൻ മടിക്കാത്തവനാ. ഈ പണി അവനെ ഏൽപ്പിക്കുന്നതാ നല്ലത് എന്ന് മൂർത്തി പറയുമ്പോൾ അവന്തിക പറയുന്നുണ്ട്. അങ്ങനെ ആരെയെങ്കിലും ഏൽപ്പിച്ചിട്ട് മൂർത്തി മാറി നിൽക്കാൻ പറ്റില്ല. അവന്റെ കൂടെ നിന്ന് ഉറപ്പ് വരുത്തണം. അവൾ ഒരിക്കലും ആ മല കയറാൻ പാടില്ല. അതേസമയം എനിക്ക് ആ മല കയറുകയും വേണം. വഴിപാടും പൂജയും എല്ലാം നടത്തണം. അവൾക്ക് കിട്ടാത്ത സൗഭാഗ്യം എനിക്ക് കിട്ടണം. അവന്തിക അങ്ങനെ തീരുമാനിച്ചെങ്കിൽ പിന്നെ ബാക്കി കാര്യം ഞാൻ ഏറ്റു. ഇപ്പോൾ തന്നെ രത്നവേൽ പാണ്ഡ്യനെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഞാൻ ഏർപ്പെടുത്തിക്കോളാം. എന്നിട്ട് ഞാൻ വിളിക്കാം എന്ന് മൂർത്തി പറയുമ്പോൾ ശരിയെന്ന് പറഞ്ഞ് അവന്തിക ഫോൺ വെക്കുന്നു. അങ്ങനെ മൂർത്തി രത്നവേൽ പാണ്ഡ്യനെ വിളിക്കുന്നുണ്ട്. ഇതെല്ലാം ധനുഷ് കേൾക്കുന്നുണ്ടായിരുന്നു. ധനുഷ് ഇപ്പോൾ അവന്തികയുടെ അടുത്തേക്ക് വരുന്നു. നീ ഫോണിൽ പറഞ്ഞതെല്ലാം ഞാൻ കേട്ടു. അവന്തികെ, നീ ഇത് ചെയ്യരുത്. നീയും കൂടെ പോകുന്ന യാത്രയാണിത്. ആ യാത്രയിൽ നീ തന്നെ ഒരു തടസ്സം ഉണ്ടാക്കരുത് എന്ന് ധനുഷ് പറയുമ്പോൾ, നിന്റെ ഉപദേശം ഇനി എനിക്ക് ആവശ്യമില്ല. എന്ത് വേണമെന്ന് ഇനി ഞാൻ തീരുമാനിച്ചോളാം എന്ന് അവന്തിക പറയുന്നു. വിഡ്ഢിത്തരമാണ് നീ കാണിക്കുന്നത്. ജീവിതത്തിൽ അപൂർവമായി മാത്രം കിട്ടുന്ന ഒരു അവസരമാണിത്. ഇത് പോസിറ്റീവായി ഉപയോഗിച്ചാൽ നിന്റെ ലൈഫ് തന്നെ മാറും എന്ന് ധനുഷ് പറയുമ്പോൾ അവന്തിക പറയുന്നുണ്ട്. എന്റെ ലൈഫ് എന്നേ മാറിയതാ. എന്നെ ചതിച്ച നീ നീ പോയത് തൊട്ട് ഇപ്പോൾ ശരിയായ ദിശയിലാ എന്റെ ലൈഫ് പോകുന്നേ. അർച്ചനയും സച്ചിയേട്ടനും ആ മല കയറി പൂജ നടത്താൻ പോകുന്നത് അവർക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞിന് വേണ്ടിയാ. നിനക്കും ഒരു കുഞ്ഞിനെ വേണമെന്നാണല്ലോ ഇപ്പോൾ നിന്റെ ആഗ്രഹം. ആത്മാർത്ഥമായി ആ മല കയറി വഴിപാടുകൾ കഴിച്ചാൽ നിനക്കൊരു കുഞ്ഞുണ്ടാവും. നന്ദേട്ടനും നിനക്കും സന്തോഷത്തോടു കൂടി ജീവിക്കാനുള്ള ഭാഗ്യം ദൈവം നിങ്ങൾക്ക് തരും. അതിന് കിട്ടിയ ഈ അവസരത്തെ നീ പുറംകാലുകൊണ്ട് ചവിട്ടി എറിയരുത് എന്ന് ധനുഷ് പറയുന്നു. അങ്ങനെ എല്ലായിടത്തും അവള് മാത്രം ജയിക്കുന്നത് ശരിയല്ലല്ലോ. ഇടയ്ക്ക് എപ്പോഴെങ്കിലും എനിക്കും ഒന്ന് ജയിക്കണ്ടേ എന്ന് അവന്തിക ചോദിക്കുമ്പോൾ ധനുഷ് പറയുന്നുണ്ട്. ഇത് ജയത്തിന്റെ പരാജയത്തിന്റെയും ഒന്നും പ്രശ്നമല്ല. വാശിയും വൈരാഗ്യവും മനസ്സിൽ വെച്ചുകൊണ്ട് പോകേണ്ട സ്ഥലവുമല്ല. ദയവ് ചെയ്ത് ഞാൻ പറയുന്നത് നീ കേൾക്ക്. വാശിയുടെയും വൈരാഗ്യത്തിന്റെയും ദുഷ്ട മനസ്സ് നീ കളയണം. നീ ഇപ്പോൾ എന്നെ ശത്രുപക്ഷത്താണ് നീയും ഇപ്പോൾ എന്റെ ശത്രുപക്ഷത്താണല്ലോ. അപ്പോ പിന്നെ നീ ഇങ്ങനെ തന്നെ സംസാരിക്കൂ. അല്ല, നിനക്ക് വേറെ എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് അവന്തിക ചോദിക്കുന്നു. എനിക്ക് വേറെ ഒന്നും പറയാനില്ല. അവരുടെ യാത്രയ്ക്ക് തടസ്സമായി നിൽക്കരുത്. കൂടെ നിന്നത് കൂടെ നിന്നത് മുടക്കാൻ ശ്രമിക്കരുത് എന്ന് ധനുഷ് പറയുമ്പോൾ അവന്തിക ചിരിക്കുന്നുണ്ട്. അവൾ ഈ മല കയറി പൂജകളൊന്നും ചെയ്യില്ല. അത് മുടക്കാൻ വേണ്ടി ഞാൻ എന്തും ചെയ്യും എന്ന് അവന്തിക പറയുമ്പോൾ ആതിര മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങുമ്പോൾ അവന്തിക പറയുന്നത് കേട്ട് അവിടെ തന്നെ നിൽക്കുകയാണ് ആതിര. ഞാൻ അവളുടെ കൂടെ പോകാൻ തീരുമാനിച്ചത് തന്നെ എങ്ങനെയെങ്കിലും അത് മുടക്കാനാ. കഴിയുമെങ്കിൽ നീ എന്നെ സഹായിക്കാൻ നോക്ക് എന്ന് അവന്തിക പറയുന്നു. എന്തിനും ഏതിനും നിന്റെ വാക്ക് കേട്ട് എടുത്തു ചാടിയിരുന്ന ഒരു കാലം എനിക്കുണ്ടായിരുന്നു. അത് അവസാനിപ്പിച്ചതോടുകൂടി എന്റെ തലയ്ക്ക് വെളിച്ചം കിട്ടി. ഞാൻ ഇപ്പോൾ ഒരു കുടുംബത്തോടൊപ്പം സന്തോഷമായി ജീവിക്കുന്നത് അതുകൊണ്ടാ എന്ന് ധനുഷ് പറയുമ്പോൾ അവന്തിക പറയുന്നുണ്ട്. നിന്റെ സന്തോഷമൊക്കെ എത്രനാൾ കാണുമെന്ന് നമുക്ക് കണ്ടറിയാമെന്ന്. ഒരു കാര്യം ഞാൻ പറയാം. സച്ചിയേട്ടന്റെയും അർച്ചനേട്ടത്തിയുടെയും യാത്ര മുടക്കാനാണ് നീ ശ്രമിക്കുന്നതെങ്കിൽ ഞാൻ അവർക്കൊപ്പം തന്നെ നിൽക്കും. എന്ത് വില കൊടുത്തും ഞാൻ അവരെ സഹായിക്കും എന്നൊക്കെ ധനുഷ് പറയുന്നു. നീ എന്നെ വെല്ലുവിളിക്കുവാണോ? അതിനുള്ള ധൈര്യമൊക്കെ നിനക്കുണ്ടോ? എന്നെ എതിർത്ത് അവരെ ആ മല കയറ്റാൻ പറ്റുമോന്ന് നീയൊന്ന് ശ്രമിച്ചു നോക്ക്. എന്ത് ചെയ്തിട്ടായാലും അർച്ചന മല കയറി ആ പൂജ ചെയ്യുന്നത് ഞാൻ തടഞ്ഞിരിക്കും എന്ന് അവന്തിക പറയുമ്പോൾ ധനുഷ് പറയുന്നുണ്ട്. നിന്റെ വെല്ലുവിളി ഞാൻ ഏറ്റെടുക്കുന്നു. സച്ചിയേട്ടനും അർച്ചനയും ആ മല കയറി പൂജ ചെയ്തിരിക്കും. അതിനുവേണ്ടി ഞാൻ എന്തും ചെയ്യും എന്ന് പറയുമ്പോൾ അവന്തിക അവിടെ നിന്ന് പോകുന്നു. ആതിര അവന്തിക കാണാതിരിക്കാൻ ഡോറിന്റെ അവിടെ നിന്ന് കുറച്ചകത്തേക്ക് മാറി നിൽക്കുന്നുണ്ട്. അത് ശരി. അപ്പോൾ ഇവൻ നന്നായെന്ന് പറഞ്ഞതെല്ലാം കള്ളമായിരുന്നു. അവൻ അവന്തികേട്ടത്തിയോടൊപ്പം ചേർന്ന് അച്ചു ചേച്ചിയും സച്ചിയേട്ടനെയും പൂജ ചെയ്യുന്നത് തടയാന് ഇവർ ശ്രമിക്കുന്നേ. ഇതങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ. ഇത് ചോദിച്ചേ പറ്റൂ എന്ന് ആതിര മനസ്സിൽ വിചാരിക്കുന്നു. എന്നിട്ട് ധനുഷ് പോകാൻ തുടങ്ങുമ്പോൾ അവിടെ നിന്നേ എന്ന് പറഞ്ഞ് ധനുഷിനെ വിളിച്ചിട്ട് പറയുന്നുണ്ട്. എന്താ ധനുഷിന്റെ ഉദ്ദേശം? അവന്തികേട്ടത്തിയോടൊപ്പം ചേർന്ന് എന്റെ ചേച്ചി മല കയറി ആ വഴിപാട് ചെയ്യുന്നത് തടയാനാണോ നിങ്ങൾ രണ്ടുപേരും കൂടി ശ്രമിക്കുന്നത്? ആതിര എന്നെ തെറ്റിദ്ധരിച്ചതാ എന്ന് ധനുഷ് പറയുമ്പോൾ എനിക്കൊരു തെറ്റിദ്ധാരണയുമില്ല. നിങ്ങൾ രണ്ടുപേരും കൂടി സംസാരിച്ചത് ഞാൻ കേട്ടതാ എന്ന് ആതിര പറയുന്നു. ഞാൻ സംസാരിച്ചത് ആതിര കേട്ടോ? കേട്ടെങ്കിൽ ആതിര ഇങ്ങനെ പറയില്ലായിരുന്നു എന്ന് ധനുഷ്. നെല്ലിശ്ശേരിയിലെ മരുമകനായി ഈ വീട്ടിൽ കയറിയപ്പോഴെങ്കിലും ധനുഷ് നന്നാകുമെന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ ഇപ്പോൾ എനിക്ക് മനസ്സിലായി ധനുഷ് പഴയതിൽ നിന്നും ഒട്ടും മാറിയിട്ടില്ല എന്ന് ആതിര പറയുമ്പോൾ ധനുഷ് പറയുന്നുണ്ട്. അർച്ചനേട്ടത്തിക്കും അർച്ചനയ്ക്കും എനിക്കും സ്നേഹയ്ക്കും ഇപ്പോൾ ദൈവത്തെ അർച്ചനേട്ടത്തി എനിക്കും സ്നേഹയ്ക്കും ഇപ്പോൾ ദൈവത്തെ പോലെയാ. ഞാനൊരു കാര്യം ഉറപ്പു തരാം. എന്തൊക്കെ പ്രതിസന്ധികൾ ഉണ്ടായാലും
അർച്ചനയും അർച്ചനേട്ടത്തിയും സച്ചിയേട്ടനും ആ മല കയറി അവിടുത്തെ ക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തിയിരിക്കുമെന്ന്. അപ്പോൾ പ്രതിസന്ധികൾ ഉണ്ടാകുമെന്ന് ധനുഷിന് ഉറപ്പാ അല്ലേ? എന്ന് ആതിര ചോദിക്കുന്നുണ്ട്. ഉണ്ടാകും. അവന്തികയുടെ സ്വഭാവം അറിയാവല്ലോ. അർച്ചനയ്ക്ക് ഉടൻ കുഞ്ഞുണ്ടാകുമെന്ന് അറിഞ്ഞതോടുകൂടി അവന്തികയ്ക്ക് അസൂയ മൂത്തു നിൽക്കുക. അതുകൊണ്ട് അവന്തികയും കൂടി മല കയറാൻ തീരുമാനിച്ചത് എന്ന് ധനുഷ് പറയുമ്പോൾ ആതിര ചോദിക്കുന്നുണ്ട്. അതെനിക്ക് മനസ്സിലായി. അതിൽ ധനുഷിന്റെ റോൾ എന്താണെന്നാ എനിക്ക് മനസ്സിലാവാത്തത് എന്ന്. ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ തൽക്കാലം നമ്മൾ രണ്ടും മാത്രം അറിയാൻ പാടുള്ളൂ. അവർ മല കയറി തിരിച്ചിറങ്ങി വരുന്നത് വരെ ഇക്കാര്യം ആതിര ആരോടും പറയരുത്. കാരണം ഒരു നല്ല കാര്യം നടക്കാൻ പോകുന്നതിനിടയിൽ ഈ വീട്ടിൽ ഒരു വഴക്കുണ്ടാക്കാൻ പാടില്ല. അവർ മല കയറുന്നതിനിടയിൽ ചില പ്രതിസന്ധികൾ ഉണ്ടാകുമെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതിൽ ചിലപ്പോൾ ആരുടെയെങ്കിലും ജീവൻ വരെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടെന്ന് ധനുഷ് പറയുമ്പോൾ ആതിര ഞെട്ടുന്നു. എന്നാൽ അവരെ സഹായിക്കാൻ വേണ്ടി ഞാൻ എന്റെ കഴിവിന്റെ പരമാവധി ശ്രമിക്കും. ഇത് എന്റെ വാക്കാ. സ്നേഹ ഇപ്പോൾ ഗർഭിണിയാ. ആ കുഞ്ഞിന് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുവാ. ഞാനും അവളും. വരാൻ പോകുന്ന ആ കുഞ്ഞിനെ സാക്ഷിയാക്കി ഞാൻ പറയുക. സച്ചിയേട്ടന്റെയും അർച്ചനേട്ടത്തിയുടെയും യാത്രക്കിടയില് ആരൊക്കെ എന്തൊക്കെ തടസ്സങ്ങൾ ഉണ്ടാക്കിയാലും അതൊന്നും വിജയിക്കില്ല. അതിന് ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് ധനുഷ് അവിടെ നിന്നും പോകുന്നു. ധനുഷ് പറയുന്നത് ശരിയായിരിക്കുവോ? എന്തായാലും ജനിക്കാൻ പോകുന്ന കുഞ്ഞിന്റെ കാര്യം ചേർത്ത് വെച്ച് പറഞ്ഞതല്ലേ. അപ്പോ പിന്നെ അത് സത്യമായിരിക്കും എന്ന് വളരെ ടെൻഷനോടെ ആതിര മനസ്സിൽ വിചാരിക്കുന്നു. ശേഷം ഇപ്പോൾ രാത്രിയായിരിക്കുന്നു. അർച്ചന ബാഗൊക്കെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 2 ദിവസത്തേക്കുള്ള ഡ്രസ്സുകൾ മാത്രം എടുത്താൽ മതി. മല കയറുമ്പോഴേ അധികം ഭാരമൊന്നും എടുക്കണ്ട എന്ന് സച്ചി പറയുന്നു. സച്ചിയേട്ടാ, അവന്തികേട്ടത്തിയുടെ കൂടെ നന്ദേട്ടൻ വരുന്നുണ്ടോ എന്ന് അർച്ചന ചോദിക്കുമ്പോൾ എനിക്ക് ഒരു ഉറപ്പുമില്ല എന്ന് സച്ചി പറയുന്നു. അപ്പോൾ മുറിയിലേക്ക് കമലയും അനൂപും കൂടി വരുന്നുണ്ട്. അച്ചു, പാക്കിംഗ് ഇതുവരെ കഴിഞ്ഞില്ലേ മക്കളെ എന്ന് കമല ചോദിക്കുന്നു. അങ്ങനെ അധികം പാക്കിംഗ് ഒന്നും ഇല്ലമ്മേ. ആ മലമുകളിൽ താമസിക്കാൻ എന്തൊക്കെ സൗകര്യങ്ങളുണ്ടെന്ന് പോലും അറിയില്ല എന്ന് സച്ചി പറയുമ്പോൾ, ദൈവങ്ങളുടെ അനുഗ്രഹം തേടിയുള്ള യാത്രയല്ലേ, കിട്ടുന്ന സൗകര്യത്തിൽ അങ്ങ് താമസിക്കണം എന്ന് അനൂപ് പറയുന്നു. വരാനിരിക്കുന്ന പുതിയ എപ്പിസോഡുകൾക്കായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.